ലോകത്തിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന ഒരു സ്ഥാപനത്തിന്റെ അടിത്തറയെ തന്നെ ചോദ്യം ചെയ്യുന്ന ഒരു സുപ്രധാനമായ വിഷയമാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ചോദ്യം വളരെ ലളിതമാണ്. ചരിത്രത്തിന്റെ ഒരു വിചാരണയിൽ ഈ സ്ഥാപനം എങ്ങനെ പിടിച്ചുനിൽക്കും? അപ്പോ നമ്മൾ ചോദിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്: ഒരു വ്യക്തിക്കോ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിനോ ദൈവത്തിന്റെ പേരിൽ സംസാരിക്കാൻ യഥാർത്ഥത്തിൽ അധികാരമുണ്ടോ? അവരുടെ ആ അധികാരം ദൈവികമാണോ? ഈയൊരു വാചകം കേൾക്കുമ്പോഴേ നമുക്ക് മനസ്സിലാകും ഈ ചോദ്യം എത്രത്തോളം ഗൗരവമുള്ളതാണെന്ന്. കാരണം നമ്മുടെ ഉറവിടം പറയുന്നതുപോലെ അധികാരം ദൈവികമല്ലെങ്കിൽ പിന്നെ മറ്റൊന്നിനും ഒരു പ്രസക്തിയുമില്ല. അതുകൊണ്ട് നമുക്ക് നേരെ കാര്യത്തിലേക്ക് കടക്കാം. ഈ ഉറവിടം മുന്നോട്ട് വയ്ക്കുന്ന ചരിത്രപരമായ തെളിവുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ ആരോപണങ്ങൾക്കൊക്കെ എന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ? നമുക്ക് പരിശോധിക്കാം. അപ്പോ നമ്മുടെ ആദ്യത്തെ തെളിവ് ഇതാണ്. ഉറവിടം അതിന്റെ അപവാദങ്ങളുടെ ഗാലറിയിൽ നിന്ന് അവതരിപ്പിക്കുന്ന ആദ്യത്തെ കേസ് പോപ്പ് ബോണിഫേസ് എട്ടാമൻ. ഇത് വെറുമൊരു മോശം ഭരണാധികാരിയുടെ കഥയല്ല കേട്ടോ. ഉറവിടം പറയുന്നത് ബോണിഫസ് എട്ടാമൻ ഒരു ഏകാധിപതിയെപ്പോലെയാണ് ഭരിച്ചിരുന്നതെന്നാണ്. ആ കാലത്ത് രാജാക്കന്മാരും സഭയും തമ്മിൽ എപ്പോഴും ഒരു അധികാര വടംവലി നടന്നിരുന്നു. ആ പോരാട്ടത്തിൽ താനാണ് എല്ലാ രാജാക്കന്മാർക്കും മുകളിൽ എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. പോരാട്ടത്തിന് തന്റെ ശത്രുക്കൾക്കോട് പ്രതികാരം ചെയ്യാൻ വേണ്ടി പലസ്തീന എന്നൊരു നഗരം മുഴുവൻ അദ്ദേഹം തുടച്ചുനീക്കി. അദ്ദേഹത്തിന്റെ ചെയ്തികൾ അത്രയ്ക്ക് ഭീകരമായിരുന്നതുകൊണ്ട് പ്രശസ്ത കവി ദാന്തെ തന്റെ ഇൻഫേർണോ എന്ന ഇതിഹാസകാവ്യത്തിൽ അദ്ദേഹത്തിന് നരകത്തിലൊരു പ്രത്യേക സ്ഥാനം തന്നെ നൽകിയിട്ടുണ്ട്. ശരി, നമുക്ക് അടുത്ത തെളിവിലേക്ക് പോകാം. ഇത് അഴിമതിയുടെ മറ്റൊരു മുഖമാണ് നമുക്ക് കാണിച്ചു തരുന്നത്. ഉറവിടം പോപ്പ് ബെനഡിക്ട് ഒൻപതാമനെ വിശേഷിപ്പിക്കുന്നത് ചരിത്രത്തിലെ തന്നെ ഏറ്റവും മോശം പോപ്പുമാരിൽ ഒരാളെന്നാണ്. ഒന്ന് ആലോചിച്ചു നോക്കൂ. ദൈവത്തിന്റെ പ്രതിനിധിയുടെ പദവിയെന്ന് ആളുകൾ വിശ്വസിക്കുന്ന ഒന്ന് പണത്തിനു വേണ്ടി വിൽക്കുക. ബെനഡിക്റ്റിന്റെ ഈ പ്രവൃത്തി ആ സ്ഥാനത്തോടുള്ള കംപ്ലീറ്റ് അവഗണനയാണ് കാണിക്കുന്നതെന്നാണ് ഉറവിടം പറയുന്നത്. അദ്ദേഹത്തിന് അതൊരു വിശുദ്ധ പദവിയായിരുന്നില്ല, മറിച്ച് സ്വന്തം ഗോഡ്ഫാദറിന് മറിച്ചു വിൽക്കാനുള്ള ഒരു കച്ചവടച്ചരക്ക് മാത്രമായിരുന്നു. അടുത്തത് ധാർമ്മികമായ അധപ്പതനം എന്ന വിഷയത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന മൂന്നാമത്തെ പോപ്പ് ജോൺ 12 ഇവിടെ ഉറവിടം ഉപയോഗിക്കുന്ന ഒരു വാക്കുണ്ട്, പോർണോക്രസി. ചരിത്രകാരന്മാർ റോമിലെ ഒരു പ്രത്യേക കാലഘട്ടത്തെ വിശേഷിപ്പിക്കാൻ ഉപയോഗിക്കുന്ന വാക്കാണിത്. അതായത് ശക്തരും എന്നാൽ ദുഷിച്ചവരുമായ സ്ത്രീകളുടെ സ്വാധീനത്തിൽ പോപ്പ്മാർ വെറും കളിപ്പാവകളായി മാറിയിരുന്ന ഒരു കാലം. ജോൺ 12 കഥ അതിനൊരു ഉത്തമ ഉദാഹരണമാണ്. സഭയുടെ ആസ്ഥാനമായ ലാറ്ററൻ കൊട്ടാരം ഒരു വേശ്യാലയമാക്കി മാറ്റിയെന്നും കൊലപാതകവും വ്യഭിചാരവും നടത്തിയെന്നും അദ്ദേഹത്തിനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉയർന്നു. ഒടുവിൽ ഒരു അവിഹിത ബന്ധത്തിനിടയിൽ കൊല്ലപ്പെട്ടു എന്നതാ ജീവിതരീതിക്ക് കിട്ടിയ ഒരു ദുരന്തപൂർണമായ അന്ത്യം തന്നെയായിരുന്നു. നമ്മുടെ അവസാനത്തെ പ്രധാന കേസ്. ഇത് കുടുംബ അഴിമതിയിലും കൈക്കൂലിയിലുമാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. കുപ്രസിദ്ധമായ ബോർജിയ കുടുംബത്തിൽ നിന്നുള്ള പോപ്പ് അലക്സാണ്ടർ ആറാമൻ. അപ്പോ ഇവിടെ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഉറവിടമനുസരിച്ച് അലക്സാണ്ടർ ആറാമൻ പാപ്പസിയെ കണ്ടത് ഒരു കുടുംബ ബിസിനസ് പോലെയാണ്. ഇറ്റലി രാഷ്ട്രീയമായി പല കഷ്ണങ്ങളായി കിടന്നിരുന്ന ആ കാലഘട്ടത്തിൽ സഭയുടെ അധികാരം ഉപയോഗിച്ച് സ്വന്തം മക്കൾക്ക് രാജ്യങ്ങൾ നേടിക്കൊടുക്കാനും എതിരാളികളെ വിഷം കൊടുത്തും അല്ലാതെയും ഇല്ലാതാക്കാനും അദ്ദേഹം ഒരു മടിയും കാണിച്ചില്ല. അധികാരം, സമ്പത്ത്, സ്വാധീനം എല്ലാം ബോർജിയ കുടുംബത്തിനു വേണ്ടി മാത്രമായിരുന്നു. ഇപ്പോ നമ്മൾ ഇതുവരെ പറഞ്ഞ കഥകളിലൊക്കെ വീണ്ടും വീണ്ടും വരുന്ന ഒരു സംഭവമുണ്ട്. അതിനെ മനസ്സിലാക്കാൻ സിമോണി എന്ന വാക്ക് നമ്മൾ അറിഞ്ഞിരിക്കണം. സിമ്പിളായി പറഞ്ഞാൽ പണം കൊടുത്ത് സഭയിലെ സ്ഥാനങ്ങൾ വാങ്ങുന്ന ഏർപ്പാട്. അപ്പോസ്തലനായ പത്രോസിൽ നിന്ന് ദൈവിക ശക്തി വിലയ്ക്ക് വാങ്ങാൻ ശ്രമിച്ച സൈമൺ എന്ന മാന്ത്രികന്റെ പേരിൽ നിന്നാണ് ഈ വാക്ക് വന്നത്. ബെനഡിക്ട് 9 അലക്സാണ്ടർ ആറാമനുമൊക്കെ ഈ സിമോണിയുടെ ഉദാഹരണങ്ങളാണ്. ഈ ചരിത്രത്തിലെ തെളിവുകളെല്ലാം നമ്മളെക്കൊണ്ടെത്തിക്കുന്നത് ഒരൊറ്റ വാക്കിലേക്കാണ്: കാപട്യം. അതായത് യേശുവിന്റെ പഠിപ്പിക്കലുകളും ഈ പോപ്പുമാരുടെ ജീവിതവും തമ്മിലുള്ള അവിശ്വസനീയമായ വൈരുദ്ധ്യം. ഈ വൈരുദ്ധ്യം എത്രത്തോളം വലുതാണെന്ന് നോക്കൂ. ഒരു വശത്ത് നിങ്ങളുടെ സമ്പത്തെല്ലാം വിറ്റു പാവപ്പെട്ടവർക്ക് കൊടുക്കുക എന്ന് പഠിപ്പിച്ച യേശു, മറുവശത്ത് ഉറവിടമനുസരിച്ച് സഭയുടെ പണം കൊണ്ട് ചൂതാടുകയും കൊട്ടാരങ്ങൾ പണിയുകയും ചെയ്ത പോപ്പുമാർ. സമ്പന്നൻ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുന്നതിനേക്കാൾ എളുപ്പം ഒട്ടകം സൂചിക്കുയയിലൂടെ കടക്കുന്നതാണ് എന്ന് പറഞ്ഞ യേശു. എന്നാൽ ഇപ്പുറത്തോ കാമുകിമാരുമായും ആഡംബര വിരുന്നുകളുമായും സുഖലോലുപരായി ജീവിച്ച പോപ്പുമാരെയാണ് ചരിത്രത്തിൽ കാണുന്നത്. സാത്താൻ ലോകത്തിലെ രാജ്യങ്ങളെല്ലാം വാഗ്ദാനം ചെയ്തപ്പോൾ അത് നിരസിച്ച യേശു, പക്ഷേ ലൗകിക അധികാരം നേടാൻ വേണ്ടി യുദ്ധങ്ങൾ നടത്തുകയും എതിരാളികളെ കൊല്ലുകയും ചെയ്ത പോപ്പുമാരുമുണ്ട്. ഉറവിടം ചോദിക്കുന്നതിതാണ്:
ഈ രണ്ട് ചിത്രങ്ങളും എങ്ങനെയാണ് ഒത്തുപോവുക? ഈയൊരു വൈരുദ്ധ്യം വ്യക്തമാക്കാൻ ഇതിലും നല്ലൊരു ഉദാഹരണം വേറെയില്ല. ക്ഷമയെ ഒരു കച്ചവട വസ്തുവാക്കി മാറ്റിയ പോപ്പിന്റെ കഥയാണിത്. ഇത് കേൾക്കുമ്പോൾ അവിശ്വസനീയമായി തോന്നാം. പക്ഷെ ഉറവിടം പറയുന്നത് ഇതാണ്. ലിയോ പത്താമൻ സഭയുടെ ഖജനാവ് ധൂർത്തടിച്ച് കാലിയാക്കി. അപ്പോ അത് നിറയ്ക്കാനൊരു എളുപ്പവഴി കണ്ടെത്തി: പാപമോചനം വിൽക്കുക. അതായത്, നിങ്ങൾ ചെയ്ത പാപങ്ങൾക്ക് മാത്രമല്ല, മരിച്ചുപോയ നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ പാപങ്ങൾക്കും പണം നൽകി ക്ഷമ നേടാമെന്നായിരുന്നു വാഗ്ദാനം. സ്വർഗത്തിലേക്കുള്ള ടിക്കറ്റ് പണം കൊടുത്തു വാങ്ങാമെന്ന ഈ ആശയം പിന്നീട് ചരിത്രത്തെ തന്നെ മാറ്റിമറിച്ച പ്രൊട്ടസ്റ്റന്റ് നവീകരണത്തിന് ഒരു പ്രധാന കാരണമായി മാറി. ഇതെല്ലാം കണ്ടിട്ട് ഈ ഉറവിടം എത്തുന്ന നിഗമനം വളരെ പരുഷമാണ്, വളരെ നേരിട്ടുള്ളതാണ്. ഇത് കേവലം അഴിമതിയല്ല, മറിച്ചൊരു സംഘടിത കുറ്റകൃത്യ ശൃംഖല പോലെയാണ് ഇവർ പ്രവർത്തിച്ചതെന്നാണ് അവർ വാദിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ വിശകലനത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുകയാണ്. ഇതുവരെ നമ്മൾ കണ്ട തെളിവുകളെല്ലാം നമ്മളെ വ്യക്തിപരമായ ഒരു ഉത്തരവാദിത്തത്തെക്കുറിച്ചുള്ള ചിന്തയിലേക്കാണ് തിരികെ കൊണ്ടുവരുന്നത്. അതുകൊണ്ട് ഈ ഉറവിടം നമ്മളോട് ചോദിക്കുന്ന അവസാനത്തെ ചോദ്യം ഇതാണ്: ഈ വിവരങ്ങളെല്ലാം കേട്ടതിനു ശേഷം നിങ്ങളുടെ വിശ്വാസം എവിടെ അർപ്പിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങൾ ഓരോരുത്തരുമാണ്. ഇത് ചരിത്രത്തെക്കുറിച്ചുള്ളൊരു ചോദ്യം മാത്രമല്ല, നിങ്ങളുടെ സ്വന്തം തെരഞ്ഞെടുപ്പുകളെക്കുറിച്ചുള്ളൊരു ചോദ്യം കൂടിയാണ്.